അദ്ദേഹത്തെ പോലീസ് SIT അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നു. അദ്ദേഹത്തെ കോടതി റിമാൻഡ് ചെയ്യുന്നു. അതൊരു സീരിയസ് കേസ് അല്ലെന്ന് ആരെങ്കിലും കണ്ടെത്തിയാൽ അതൊരു വളരെ ഗൗരവമുള്ള കേസാണ്. കേരളത്തിലെ ജനങ്ങൾ വളരെ ഗൗരവത്തിൽ കാണുന്ന കേസാണ്. വിശ്വാസ സമൂഹത്തെ അലട്ടുന്ന വലിയ പ്രശ്നം തന്നെയാണ്. അതിന് പാർട്ടി അവരെ സംരക്ഷിക്കുകയാണ്. വേറാസ് അതേസമയത്ത് ഞങ്ങളുടെ പാർട്ടി രാഷ്ട്രീയം വന്നപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുകയാണ്. എനിക്ക് പരാതി വന്നിട്ടില്ല. എനിക്ക് പരാതി വന്നപ്പോൾ തന്നെ ഞാൻ അപ്പം തന്നെ എനിക്ക് വന്ന പരാതി ഒരു സെക്കൻഡ് എനിക്ക് ഒറ്റ വാക്കിൽ തന്നെ അതിൻ്റെ കാര്യം മനസ്സിലാവും. എനിക്ക് വന്ന പരാതി അപ്പം തന്നെ ഞാൻ DGPക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വന്ന പരാതി അപ്പം തന്നെ DGP ഏതെങ്കിലും പരാതി കോൺഗ്രസ്സിലെ ആരെക്കുറിച്ചും ഇരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ എനിക്ക് കിട്ടിയാൽ അപ്പം തന്നെ ഞാൻ പഠിച്ചിട്ടുള്ള നിയമവും അല്ലെങ്കിൽ കൂടുതൽ നിയമവിദഗ്ധരെ അഗസ്ത്യപ്പോലുള്ള ആൾക്കാരായിട്ട് ആലോചിച്ചിട്ട് നിയമ നടപടി സ്വീകരിക്കും. ദിവസങ്ങൾക്ക് മുമ്പാണ്, ഒരു 1.5 മാസത്തോളം മുമ്പാണ്. അതിനുശേഷം നിരവധി സംഭവങ്ങൾ ഉണ്ടായി, പുതിയ പരാതികളുണ്ടായി, സംഘടനയ്ക്കകത്ത് നിന്ന് തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നു. എന്നിട്ടും അതേ നിലപാട് സ്വീകരിക്കുന്നു. മാത്രമല്ല ഈ അതിനാണ് ഞാൻ പറഞ്ഞ മറുപടി ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞ മറുപടി ഒന്നും കൂടെ ആവർത്തിക്കാം. നിങ്ങൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ അല്ലല്ല ഇത് തന്നെ നിങ്ങൾ ഈ ചോദ്യം തന്നെ ചോദിക്കുന്നതുകൊണ്ടാണ്. ഇത് ചോദ്യം കുറെ കേട്ടതുകൊണ്ടാണ് ഞാൻ പറയാം. ഉറങ്ങുന്ന ആളുകളെ വിളിച്ചാൽ ഉണർത്താം. ഉറക്കം നടിക്കുന്നവരെ കുലുക്കി വിളിച്ചാലും വെള്ളം കുരി ഒഴിച്ചാലും ഉറക്കം നടിച്ചു കിടക്കുന്ന ആളുകൾ ഉണർത്താൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് എന്താണ്? ഐ എം നോട്ട് ഇൻ എ ഹറി അറ്റ് ഓൾ. ആ എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങളോട് പറഞ്ഞോ? അതെ, എന്നോട് നടപടി എടുക്കാനല്ല പറഞ്ഞേ. അതിന്റെ സമയത്തെടുക്കുന്ന പറഞ്ഞില്ലല്ലോ. സമയം പറഞ്ഞു. അതൊക്കെ ഉചിതമായ തരത്തിൽ ആലോചിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങളുടെ ആരുടെയും സമയമായിട്ടില്ല. അതിനേക്കാൾ ഗൗരവം നിങ്ങൾ പറയുന്നതിനേക്കാൾ ഗൗരവം എടുക്കുന്നുണ്ട്. കാരണം ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാ. ആലോചിച്ച് ഗോവിന്ദ മാസ്റ്ററല്ല എൻ്റെ മാതൃക. ഈ കാര്യത്തില് തലയിലല്ല. നിങ്ങളേത് പത്രത്തിന്റെ ആളാ? നിങ്ങളേത് കൈരളിയല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ ആ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. അല്ല, നിങ്ങൾ ഗോവിന്ദ മാസ്റ്ററോട് ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ഗോവിന്ദ മാസ്റ്ററോട് ദയവ് ചെയ്ത് ഒരു ചോദ്യം ഗോവിന്ദ മാസ്റ്ററോട് ചോദിക്കുക. കളവ് കേസിൽ ജയിലിൽ കിടക്കുന്ന പാർട്ടി സഹാക്കളെ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു? വല്ല നടപടി എടുത്തോ എന്ന് ചോദിച്ചാൽ ഇനി അതിലും പറഞ്ഞുതരാം. ഈ വിഷയത്തിന്റെ ഗൗരവം ആദ്യത്തെ ആക്ഷേപം തന്നെ അതായിരുന്നല്ലോ. ഈ പറഞ്ഞ ആക്ഷേപം തന്നെയായിരുന്നു ആദ്യം വന്നത്. അന്നാരും കേസ് കൊടുത്തിട്ടില്ല. കേസിന് പോലും കാത്തു നിൽക്കാതെ ഞങ്ങൾ മാതൃകാപരമായ നടപടി സ്വീകരിച്ചു. കേസ് കൊടുക്കാനുള്ള പരാതി വന്നപ്പോൾ അത് മുഖ്യമന്ത്രിക്ക് ഫോർവേഡ് ചെയ്തു. മുഖ്യമന്ത്രിക്കല്ല, മുഖ്യ പോലീസ് ഓഫീസർക്ക് ഫോർവേഡ് ചെയ്തു. അടുത്ത കാര്യത്തെ കുറിച്ച് ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. അത് ആലോചിച്ച് ചെയ്യുന്നേ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് പറഞ്ഞത്. അവിടെയാണ് പറഞ്ഞത് ഗോവിന്ദ മാസ്റ്ററല്ല എൻ്റെ മാതൃക. കളവ് കേസിൽ ജയിലിൽ കിടക്കുന്ന പ്രതികളെ സംരക്ഷിക്കുന്ന CPMന്റെ സമീപനമല്ല കോൺഗ്രസിൻ്റേത്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് നമുക്ക് സംവദിക്കാം. മറ്റുള്ളവർ പോയിക്കോട്ടെ. കൈരളി ചാനലുമായിട്ട് ഞാൻ സംവാദിക്കാം. മറ്റുള്ളവർ പോയിക്കോട്ടെ. ഈ ചോദ്യത്തിന് കൂടെ ഉത്തരം പറയണം. നിങ്ങളുടെ സത്യസന്ധതയിലും എല്ലാ പ്രതികളും പാർട്ടിയിൽ നിന്ന് പുറത്താണെന്നുള്ള നിങ്ങളുടെ ആത്മാർത്ഥത അംഗീകരിച്ചുകൊണ്ട് ശബരിമലയിൽ അത് സൂക്ഷിക്കാൻ താക്കോലേൽപ്പിച്ച കാവലാൾ, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, പാർട്ടി നേതാവ് അത് കട്ടുവിറ്റിട്ട്, മുൻ MLA അത് കട്ടുവിറ്റിട്ട് SIT അന്വേഷിച്ച് തെളിവ് സഹിതം അദ്ദേഹത്തെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കി കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത് ജാമ്യം നിഷേധിച്ച് കിടക്കുന്നയാളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാർട്ടി പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിൻ്റെ കാര്യം എന്താ? അദ്ദേഹത്തെ പിടിച്ചാൽ
പാർട്ടി സസ്പെൻഡ് ചെയ്താൽ അദ്ദേഹം കാര്യം പറയും, വേറെ നേതാക്കന്മാരും വിട്ടുപോകും. അതല്ല ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും നടപടി ഉചിതമായ സമയത്ത് സ്വീകരിക്കും.